ഹായ് ഹലോ, ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയാണ് തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുക്കാനായിട്ട്. അതിൻ്റെ കളർ ചെറുതായി മാറി വരുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. 3 മിനിറ്റ് ഇതിനെങ്ങനെ വറുക്കുന്നുണ്ട്. അതിനുശേഷം ചൂടാറിയിട്ട് ഇതിനെ കഴുകി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പൊടിച്ച വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം പാവാവുന്നത് വരെ നമ്മൾക്ക് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളുടെ വെള്ളമെല്ലാം വെള്ളപ്പാവായി മാറിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. നെയ്യിൽ കടന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ തേങ്ങ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി നല്ലോണം വീർത്ത് വരുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുക. വറുത്ത് കഴുകിയ ചെറുപയറാണിത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വിടുക. 3 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം തുറക്കുക. ഇപ്പോൾ ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ചെറുപയർ പരിപ്പെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന വെല്ലത്തിൻ്റെ പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം നമ്മളിതിനെ തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഞാനിത്. ഇപ്പം നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പശുവിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവർക്ക് തേങ്ങാപ്പാലാണെങ്കിലും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പശുവിൻ്റെ പാൽ യൂസ് ചെയ്യുന്നത്. 2 മിനിറ്റ് ഇതിനെങ്ങനെ തിളപ്പിച്ചെടുക്കുക. പായസം നന്നായിട്ട് കുറുകി വരണം.
പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്